സെക്ടറിൽ ULCC വേൾഡ് മോഡലായി മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ലോകത്തിന് തന്നെ പറയാൻ മാതൃകയായിട്ട് മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ സാധ്യമല്ല. അത് ഈ ഒരു രംഗത്ത് നിൽക്കുന്ന ആർക്കും അറിയാം. ഒരു സംഭവം തുടങ്ങി വളർത്തിക്കൊണ്ടുവന്ന് അത് ബ്രാൻഡാക്കി അത് പിന്നീട് വൈവിധ്യവൽക്കരണത്തിലേക്ക് പോകുന്നതോടെ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെ സാധിച്ചു? ഇത് 1925 ഗുരുദേവൻ സ്ഥാപിച്ച സ്ഥാപനമാണെന്നറിയല്ലോ. അപ്പോൾ ഗുരുദേവൻ്റെ ഒരു ആശയങ്ങളൊക്കെ മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ് വിജയിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ആ ആശയങ്ങൾക്ക് ഒരു മൂല്യശോഷണം വരുത്താതെ എന്ത് പ്രവൃത്തിയും, ഏറ്റെടുക്കുന്ന പ്രവൃത്തിയായാലും അല്ലെങ്കിൽ വാക്കായാലും പ്രവൃത്തിയായാലും എന്ന് പറയുന്ന പോലെ അത് അതിൽ സത്യസന്ധത ഉണ്ടാവുക. അപ്പം എന്താണോ ഉദ്ദേശിച്ചത്, ആർക്ക് വേണ്ടിയാണോ ഉദ്ദേശിച്ചത്, അതിൻ്റെ ബെനിഫിറ്റ് ആർക്കാണോ കിട്ടേണ്ടത് അവർക്ക് കിട്ടുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഗുരുദേവൻ അന്ന് അന്ധവിശ്വാസവും അനാചാരവും അല്ലെങ്കിൽ ജാതി വ്യവസ്ഥക്കെതിരെയായിട്ട് യുദ്ധം ചെയ്ത്, അന്ന് അടിമത്തത്തിനെതിരെയായിട്ടും യുദ്ധം ചെയ്തുണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. അപ്പം അന്ന് തൊഴിൽ നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിന്നും യഥാർത്ഥത്തിൽ ഒരു വിഭാഗത്തിൽ നിന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും, 93 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസമുള്ളവർക്ക് തൊഴിലില്ലാത്ത അവസ്ഥയാണ്. അപ്പം ആ മൂല്യശോഷണമില്ലാതെ നമ്മളെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അതിന് ഏറ്റെടുക്കുന്ന പ്രവൃത്തിയായാലും നമുക്ക് കറക്റ്റ് ടൈമിന് ഇല്ലെങ്കിൽ ബിഫോർ ടൈമിന് ചെയ്ത് കൊടുത്തു കൊടുക്കുക. ആർക്കും ഒരു എന്താ പറയുക, ഒരു പരാതി പറയാനില്ലാത്ത അവസ്ഥയിൽ 100% എന്ന് പറയാൻ പോലെ ക്വാളിറ്റി സ്റ്റാൻഡേർഡിലും ചെയ്തു കൊടുക്കും. അതേപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാളികൾക്ക്, കുടുംബങ്ങൾക്ക്, അവരതും മുമ്പ് ത്യാഗമായിരുന്നു ഒരു 80 വർഷം വരെ. ഇന്ന് ത്യാഗത്തിന് പറ്റില്ല. കാരണം വെച്ചാൽ അന്ന് കൂട്ടുകുടുംബവും വ്യവസ്ഥയായിരുന്നു. ഇന്ന് ആവശ്യങ്ങൾ കൂടി. ഇന്ന് വീട് വേണം, വിദ്യാഭ്യാസം, മക്കൾക്ക് വിദ്യാഭ്യാസം ചെയ്യണ നല്ല പൈസ വേണം, അതുപോലെ ഡ്രസ്സ്, എല്ലാത്തിനും. അപ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ എന്താണോ അറിഞ്ഞ് അത് ചെയ്തു കൊടുക്കുക. ആരോഗ്യം, ഇന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരു ചെറിയ കേസാണെങ്കിലും 2 ലക്ഷം 3 ലക്ഷം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ സാധാരണ ഒരു പനി പിടിച്ച് പോയാലും 10-25,000 രൂപ വേണം. അപ്പോൾ ഇതൊക്കെ നിറവേറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വേതനം അവന് ഒരു നല്ല മനസ്സുണ്ടാക്കി കൊടുക്കാൻ ഒരു വശത്ത് സാധിക്കുകയും, ഒരു വശത്ത് പബ്ലിക്കിൻ്റെ നമ്മളെ ഗുഡ് വില്ല് കൊണ്ടുണ്ടാവുന്ന കയ്യടി വാങ്ങിക്കുകയും, നമുക്ക് ഏത് ഗവൺമെൻറ് മാറി മാറി വന്നാലും ഇവിടുത്തെ വികസനത്തിൽ ഒരാളെങ്കിലും വേണമെന്നുള്ള തരത്തിലെത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് നമുക്കത് വിജയിക്കാൻ സാധിച്ചത്.